ആയിട്ടാണോ എന്താ ഉദ്ദേശം നമുക്കറിയില്ലല്ലേ. അത് വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ പറയരുത് സത്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു വയസ്സൊക്കെ ഏജ് എത്തണമൊന്നും ഇല്ല. പിന്നെ നമുക്ക് അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കംപ്ലീറ്റ് എമ്മോ മനസ്സിലാക്കിയത്. ഇവരൊരു വിക്ടിമെ കോമൺ പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വേറെ ഒരു ബ്യൂട്ടി പാർലർ ജോലിക്കിനാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ. ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനുള്ള അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച് പിന്നെ ഇത് പിന്നെ നമുക്ക് മറ്റൊരു വിക്ടീമും വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒരു ജില്ലയിൽ. പിന്നെ നമുക്ക് അത് ഏകദേശം സെയിം എമ്മോ ആണ്. പിന്നെ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളത് വേറെ ഒരു മോഡലിംഗ് ജോബാണ്. മോഡലിംഗ് ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവരെയും ഇതേ രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് മുൻകൂട്ടി പോയത്. പിന്നെ ആ അന്വേഷണ ശ്രമത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒന്നാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിൽ എന്ത് കിട്ടി. സോ ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ റിക്വസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ DCPക്ക് തന്നെ ഡയറക്റ്റായിട്ട് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വനിതാ സെല്ലുടെ SHO നമ്പർ ഞാൻ കൊടുക്കാൻ പ്ലീസ്. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ സത്യമായിട്ടുള്ളത് പറഞ്ഞെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റാക്കറ്റ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യും. സാധ്യമുണ്ട്. എന്നെങ്കിൽ ഇവർ തന്നെ പറഞ്ഞ് കുറച്ചിങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നത്. സോ അതിൽ എത്ര പേര് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇതുവരെ നമുക്ക് 2 പരാതി ഉണ്ട്. അല്ല, ഇതിലുള്ള വിക്ടിംസ് തന്നെ നോക്കിയാൽ 2 പേരും എറണാകുളത്തുകാരല്ല. ഇല്ല, ഇപ്പം നമുക്ക് കിട്ടിയ ഇൻപുട്ട് ഇതുവരെ ഉള്ളത് വിക്ടിമിലെന്ന് മാത്രമാണ്. ഇവർ പോയിട്ടുള്ളത് ജനുവരി ഫെബ്രുവരി ആ കാലഘട്ടങ്ങളിലാണ്. വിസിറ്റിംഗ് വിസ ആണ്. സോ അവരുടെ വിസ എല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ആയി ചെയ്തിട്ടുണ്ട്. 2 മാസം വിസിറ്റിംഗ് വിസ കഴിഞ്ഞ പിന്നെ വേറെ ഒരു ആൾക്കാർ മുഖാന്തരം ഇവർക്ക് ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യാൻ പറ്റി. അതനുസരിച്ചാണ് ഷീസ് കം ബാക്ക്. രണ്ടാം പ്രതി അലീന നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതി ആളാണ്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവൊക്കെ അടുത്ത ബന്ധമുള്ള അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ആംഗിൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുന്നത്. ഏതെങ്കിലും ഈ കേസ് മറ്റു ജില്ലയിലെ ഇവർ അവിടെ പരാതി കൊടുക്കാൻ പോകാനുള്ള സമയത്തിൽ അവർക്ക് ഭീഷണി വന്നിട്ടുണ്ട്. അവർ മൊബൈൽ ഫോണിൽ ഭീഷണി വന്നിട്ടുണ്ട്. ഒരു പ്രതിയൊക്കെ മറ്റൊരു വ്യക്തികളുടേതൊക്കെ വീട്ടിലൊക്കെ ഏറി ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ പരാതി. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ സ്ത്രീകളാണല്ലോ ഇവരെ നിയന്ത്രിക്കുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നാണോ? അല്ല, ഒരു ബിസിനസ് കൊണ്ട് ആൾക്കാർ കുറേ ഇതിൽ സൈഡിൽ പോയിട്ടുള്ളതാണ് ഇപ്പം മനസ്സിലാകരുത്. പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ നമുക്ക് കൊച്ചിയിൽ അറിയக்கூடிய ചില ഗുണ്ടാ എലിമെന്റ്സുடைய അസോസിയേറ്റ്സ് ഇതിൽ വന്നത് കൊണ്ട് ആംഗിളിനെ നമുക്ക് കൃത്യമായിട്ട് നോക്കണം. അതെ, നിങ്ങൾ പറയக்கூடிய ഗുണ്ടായുടെ ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാ നമുക്ക് എവിഡൻസ് ആവശ്യമാണ്. ഇതുവരെ നമുക്ക് 2 പരാതിയാണുള്ളൂ. 2 അതെ, അന്വേഷണം എവിഡൻസ് നോക്കിയിട്ടേ മുൻകൂട്ടി പറ്റാൻ പറ്റും. മറ്റു 2 പേർക്കും ഇതുവരെ ഇല്ല. നമുക്ക് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. വി ആർ വെരിഫൈങ്. ആണെങ്കിൽ ഇന്നലെ നമുക്ക് എവിഡൻസ് കളക്ഷൻ ഭാഗമായിട്ട് മുൻകൂട്ടി പോകുമ്പോഴാണ് ഒരു പ്രതി പുറത്തു പോകാൻ ശ്രമിച്ചപ്പോഴാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളത്. 5 പേരില് അതെ കറക്റ്റാണ്. 5 പേരില് ഒരു പ്രതി മുംബൈ എയർപോർട്ടിൽ വെച്ച് പിടിച്ചു. നമുക്ക് ടീം പോയിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ. പിന്നെ 2 പ്രതികൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. മറ്റു ജില്ലയിലൊക്കെ പോയിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ 2 പ്രതികളുണ്ട്. അത് നിയമപരമായിട്ട് എന്തൊക്കെ നടപടി ഉണ്ടോ അതിനുണ്ട്.
അല്ല നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർക്കേനും പരാതി ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ DCP അശ്വതിയാണ് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ വനിത സെൽ SIയുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. യു കൻ ഗിവ് ദറ്റ് വൺ ഓൾസോ. ഈ സമൂഹ മാധ്യമങ്ങൾ പ്രശ്നം കിടക്കുന്നത് ക്രൈം നടത്തുന്നു പറയുന്നത് വിദേശ രാജ്യത്താണ്, പ്രത്യേകിച്ചും ആ ഒരു അറബ് കൺട്രിയിലാണ്. അപ്പോൾ നമ്മുടെ നിയമത്തിൽ അല്ല ഇതൊരു ഞാൻ ഇവിടെ കാണുന്നത് മറ്റേ ഇതൊരു കണ്ടിന്യൂസ് ഒഫൻസ് ആയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഇവിടെ പുറത്ത് കൊണ്ടുപോകാനെങ്കിൽ അത് ഇവിടെ ബന്ധപ്പെട്ട് മോട്ടിവേറ്റ് ചെയ്ത് കുറച്ച് പൈസ ഒക്കെ മേടിച്ചുകൊണ്ട് കുറേ അത് വെച്ചിട്ട് പോവാം. ശരിക്കും എക്സ്പ്ലോയിറ്റേഷൻ വിദേശത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രൊസീജിയർ ഉണ്ട്, അത് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നാം പ്രതിയായ സിന്ധുവിന്റെ റോൾ എന്താണ്? അവരാണോ ഈ ആളുകളെ? അല്ല അതൊക്കെ ഇത് നമ്മളുടെ ഇപ്പം നിലവിലുള്ള ആദ്യ പരാതിയിൽ അവരാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, അവരാണ് പ്രാമിസ് ചെയ്തിട്ടുള്ളത്. അവരാണോ നിയന്ത്രിക്കുന്നത് റാക്കറ്റ്? അത് നമുക്ക് കംപ്ലീറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇതിനെ കെണിയിലാക്കുന്നത് ആളുകളെ. ഇൻസ്റ്റാഗ്രാം വീഡിയോ അല്ല അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് നമുക്ക് പറയാം. 3 കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് ഇതിലൊരു ഗുണ്ടാബന്ധം, മറ്റൊന്നൊരു മോഡലിംഗ്, മറ്റു കാര്യങ്ങൾ, മൂന്നാമത്തേത് ഇതിൽ ലഹരി ഉപയോഗം. ഈ 3 കാര്യങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിൽക്കുന്നത്. ഗുണ്ടാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു വലിയ വിങ്ങാണ്. ഇല്ല ഗുണ്ടാകൾ നോക്കിയാൽ നമുക്ക് സിറ്റിയിലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവർ കംപ്ലീറ്റ് വിത്ത് ദെയർ അണ്ടർ സർവൈലൻസ്. സോ വി ആർ ഡിസ്റ്റർബിങ് വൺ ബൈ വൺ. സോ വി ഹാവ് എന്താ പറയാം, മോർ ദൻ 100 ടോപ്പ് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എഫേർട്ട് അവരുടെ കേസുകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാനാണ്. സോ ഇങ്ങനെ കേസുകളിൽ വരുമ്പോൾ പിന്നെ അത് ഓവർ ദ പീരിയഡ് നമുക്ക് അറിയാതാണ്. അതായത് ഒരു വൈറ്റ് കളർ ക്രൈം കാണാൻ അവർ ഇങ്ങോട്ട് മാറുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ അങ്ങോട്ട് അത് നമുക്ക് വെറുതെ എവിഡൻസും കേസുകളനുസരിച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. നിലവിലൊരു SIT ഇല്ല, അത് വിപുലീകരിക്കുമോ? അല്ല നിലവിലൊരു SIT ഉണ്ട്, ഇന്റേണലായിട്ട് ഉണ്ട്. DCP അശ്വതി വിൽ ബി മോണിറ്ററിംഗ് ഇറ്റ്. ബന്ധപ്പെട്ട ACP എറണാകുളം വനിതാക്കൾ കൂടുതലായിട്ടുള്ള ഒരു ടീമാണ് ഇതിൽ വേണ്ടത്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.